പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ആരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി ഏകജാതനെ ഞങ്ങൾക്കായി നൽകിക്കൊണ്ട് ഏകജാതനിലൂടെ പൂർത്തീകരിക്കപ്പെട്ട പാപപരിഹാര ബലി സ്വന്തമാക്കി ആ വലിയ കരുണയിൽ ഞങ്ങളെ രക്ഷിക്കുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളായിരിക്കുമ്പോൾ കടങ്ങളുടെ പൂർത്തിക്കായി ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു തന്നുകൊണ്ട് ഞങ്ങളെ യഥാർത്ഥമായ രക്ഷയിലേക്ക് നയിക്കുന്ന അവിടുത്തെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. മോണിക്ക പ്രാർത്ഥനയോടൊപ്പം തന്നെ കടങ്ങളുടെ പൂർത്തിക്കായിട്ട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രക്ഷാകരമായ അനുഭവത്തിലേക്ക് ഞങ്ങളങ്ങ് നയിക്കുമ്പോൾ അത് മനസ്സിലാക്കി സ്വീകരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. അമ്മ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. സകല വിശുദ്ധരെ, മാലാഖമാരെ, ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം വഹിക്കണമേ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും അതിനായി നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മോണിക്ക പ്രാർത്ഥനയിലൂടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ വലിയ ശുശ്രൂഷ ആരംഭിച്ചപ്പോ ദൈവം നമുക്ക് നൽകിയ വലിയ ഒരു മേഖലയാണ് കടങ്ങളുടെ പൊറുതിക്കായി. കാരണം ഈ മക്കളുമായിട്ട് ബന്ധപ്പെട്ട മേഖലയില് അവരെ സ്വാധീനിക്കുന്ന, നമ്മുടെ കുടുംബങ്ങളെ സ്വാധീനിക്കുന്ന വലിയ ഒരു മേഖലയാണ് കടങ്ങൾ. അതെന്തെന്നൊക്കെ നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു കടങ്ങളുടെ വലിയ മേഖല കർത്താവ് നമുക്ക് നൽകിയ 4-ാം പ്രമാണവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കുക. ഇന്ന് ഈ മേഖലയില് ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്യാതെയും ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്തും നമ്മുടെ കുടുംബത്തില്, നമ്മുടെ പാരമ്പര്യത്തില് ഒത്തിരിയേറെ കടങ്ങൾ കുമിഞ്ഞു കിടക്കുന്നുണ്ട്. അത് നമ്മുടെ മക്കളെ, തലമുറയൊക്കെ അതിശക്തമായിട്ട് സ്വാധീനിക്കും എന്നുള്ളത് വലിയ സത്യമാണ്. അതുകൊണ്ട് ഈ മേഖലകളിലുള്ള കടങ്ങളെ കുറിച്ചും ദൈവം പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ചിന്തിച്ചുകൊണ്ട് ഈ മേഖലകളിലുള്ള കടങ്ങളുടെ പൊറുതിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനം നമ്മോട് പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ദൈവത്തിന്റെ വലിയൊരു കൽപ്പനയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുക. അതും ഒരു വാഗ്ദാനം തരുക. എന്താണ് ആ വാഗ്ദാനം? നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന സ്ഥലത്ത്, ദേശത്ത് ദീർഘകാലം ജീവിക്കാൻ വേണ്ടി നിന്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസോസ്കാർക്ക് ലേഖനത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനം നമ്മൾ ശ്രമിക്കാം. അവിടെ പറയാണ്, കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ. അവിടെ ദൈവം പറയാ, മാതാപിതാക്കന്മാരെ കർത്താവിൽ നിങ്ങൾ അനുസരിക്കുവിൻ. അത് ന്യായയുക്തമാണ്, ന്യായമാണ്, യുക്തവുമാണ്. കാരണം എന്താ? ജീവൻ തന്ന കർത്താവിന്റെ രക്ഷാകര പദ്ധതിയില്, ജീവന്റെ പദ്ധതിയില് പങ്കുചേർന്നുകൊണ്ട് നമുക്ക് ജന്മം തരാൻ ദൈവം തെരഞ്ഞെടുത്ത അപ്പനും അമ്മയും അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് 10 മാസം ചുമന്ന് കയ്യോ കാലോ വളർത്തി, അതുപോലെ ഈ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോ ആ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നുള്ളത് ന്യായമാണ്, യുക്തമാണ്. വീണ്ടും പറയാണ്, നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനു വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. കേട്ടോ, ഭൂമിയിൽ നന്മ വരാൻ, ദീർഘകാലം ജീവിക്കാൻ. വീണ്ടും പറയാണ്, വാഗ്ദാനത്തോട് കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ. വാഗ്ദാനത്തോട് കൂടിയ ആദ്യത്തെ കൽപ്പനയാണ് ഇത്. ഒരു വലിയ വാഗ്ദാനമുണ്ട്. നീ ദീർഘകാലം ജീവിക്കും, നന്മ വരും, അനുഗ്രഹിക്കപ്പെടും. എന്നാൽ ഇന്ന് നമ്മളെ മക്കൾ അനുഗ്രഹിക്കപ്പെടാതെ പാപത്തിനടിമപ്പെട്ട്, ലഹരിക്കടിമപ്പെട്ട്, കൂട്ടുകെട്ടി ചെന്ന് പെട്ട്, പഠനം മുടങ്ങി,
എല്ലാം നശിച്ച് തകർന്നടിഞ്ഞ് നന്മ വരാതെ ഇങ്ങനെ പോകുമ്പോ അതിന്റെ പിന്നില് ഈ കൽപ്പനയുടെ ലംഘനത്തിന്റെ വലിയൊരു സാന്നിധ്യമുണ്ട്, സ്വാധീനമുണ്ട്. ഇന്ന് പല കുടുംബങ്ങളിലും മാതാപിതാക്കൾക്ക് യാതൊരു വിലയില്ല. ഈ യൂറോപ്യൻ സംസ്കാരത്തെ ഇതുപോലെ നശിപ്പിക്കാൻ വേണ്ടി പൈശാചിക ആരാധനക്കാരും ഈ മാനവകുലത്തെ നശിപ്പിക്കുന്ന പൈശാചിക സമൂഹങ്ങളും ഫ്രീമേസൺസും അതുപോലെ ഇലൂമിനാറ്റി ഗ്രൂപ്പും എൻലൈറ്റൻമെന്റിന്റെ പൈശാചികതയിൽ ആരംഭിച്ച ഈ സമൂഹങ്ങളൊക്കെ ചെയ്തു കൂട്ടിയ കുറെ കാര്യങ്ങളുണ്ട്. അതില് ആദ്യത്തെ ഒരു കാര്യം എന്നറിയോ? പാരന്റ്ഹുഡ്, പിതൃത്വം, മാതൃത്വം ഈ സമൂഹത്തിൽ നിന്ന് എടുത്തു മാറ്റുക. അപ്പന് വിലയിലുണ്ടാക്കുക, അമ്മയ്ക്ക് വിലയിലുണ്ടാക്കുക. മാതാപിതാക്കൾ മക്കളെ എങ്ങനെ വളർത്തണമെന്ന് വചനത്തിലൂടെ കൃത്യമായി പറയുന്നുണ്ട്. അവരെ ശിക്ഷിക്കണം, അവരെ ശാസിക്കണം, അവരെ പ്രഹരിക്കേണ്ട സമയത്ത് നല്ലതിനു വേണ്ടി പ്രഹരിക്കണം. സ്നേഹമുള്ള മാതാപിതാക്കൾ മക്കളെ ശിക്ഷിക്കും, അവരെ ഉപദേശിക്കും, അവരെ ഒത്തിരിയേറെ നിയന്ത്രിക്കും. അതൊക്കെ വേണം, ഒരു ബ്രേക്ക് അതൊക്കെ വേണം. അതിനുവേണ്ടി മാതാപിതാക്കൾ നിയന്ത്രിക്കും. എന്നാൽ യൂറോപ്യൻ സംസ്കാരത്തിന് ഇന്ന് ആ സംസ്കാരം നമ്മുടെ കടയിലേക്ക് വന്നു. എന്താണ്? അപ്പനും അമ്മയ്ക്കും വിലയില്ല. ഒരപ്പന് അമ്മയ്ക്കും മകനെ അടിക്കാൻ പാടില്ല, ശാസിക്കാൻ പാടില്ല, നിയന്ത്രിക്കാൻ പാടില്ല. അങ്ങനെയുള്ള നിയമങ്ങളാ യൂറോപ്പിലൊക്കെ. ചെറുപ്പത്തിലെ തന്നെ അവിടുത്തെ സ്കൂളില് കൗൺസിലിങ്ങും മറ്റു കാര്യം പറയുമ്പോ അവർക്ക് പോലീസിന്റെ നമ്പറൊക്കെ പഠിപ്പിക്കും. അപ്പൻ വഴക്ക് പറഞ്ഞാൽ, അപ്പൻ തല്ലിയാൽ പോലീസിനെ വിളിക്കാം. അപ്പനും അമ്മയ്ക്ക് തല്ലാൻ പാടില്ല. അങ്ങനെ തല്ലിയാൽ പോലീസിനെ വിളിച്ചാൽ ഈ കുഞ്ഞുങ്ങളെ സോഷ്യൽ സർവീസുകാർ വന്ന് കൊണ്ടുപോകും. അപ്പനെയും അമ്മയെന്നും വിടുവിക്കും. അപ്പനും അമ്മയ്ക്കും ഒരു വിലയില്ലാത്ത രീതിയിൽ ഈ സമൂഹം മാറ്റി. വചനത്തിന് വിരുദ്ധമായ ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കള് മാതാപിതാക്കളെ ബഹുമാനിക്കാതായി. അപ്പന്റെ ഒരു പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ ഈ യൂറോപ്യൻ കുടുംബങ്ങളിലൊക്കെ ചരിത്രം പഠിച്ചാൽ മതി. ഞാൻ ഈ ധ്യാനിപ്പിക്കാനൊക്കെ പോകുമ്പോ പ്രായമായ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും കാണുമ്പോ ചോദിച്ചിട്ടുണ്ട്. അന്നെന്നൊക്കെ പറഞ്ഞ അവരുടെ നല്ല പ്രായത്തില് അപ്പനൊരു വിലയുണ്ട്, അമ്മയ്ക്കൊരു വിലയുണ്ട്, കുറെ മക്കളുണ്ട്, കുടുംബ സംവിധാനമുണ്ട്, സ്നേഹമുണ്ട്, ഐക്യമുണ്ട്, ഒരുമിച്ച് പ്രാർത്ഥിക്കും, ഒരുമിച്ച് പള്ളി പോകും. ഈ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ച ആ കുടുംബങ്ങളിലൊക്കെ സമാധാനം, ഐക്യം, മക്കള് നല്ല രീതിയിൽ വളർന്നു, വിവാഹം, കുടുംബജീവിതം, പഠനം, വിശ്വാസം, ഇതിലൊക്കെ ഉറച്ചു പോയതാ യൂറോപ്യൻ സംസ്കാരത്തിന്റെ ചരിത്രം. എന്നാൽ അതിന് ഈ പൈശാചിക വർഗം നശിപ്പിച്ചു കളഞ്ഞപ്പോ ഈ ഒരു അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. ഇന്നത്തെ അവസ്ഥ അവിടെ 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കാരണവന്മാരൊന്നും വേണ്ട, പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ തോന്നിമാറി ജീവിക്കാം. അങ്ങനെയുള്ള പൈശാചികമായ നിയമങ്ങൾ കൊണ്ട് ദൈവം ഈ പറഞ്ഞ ന്യായമായ യുക്തമായ അപ്പനെ അമ്മയെ ബഹുമാനിച്ച് നന്മ കൈവരുന്ന ആ വലിയ അടിസ്ഥാനം തകർത്തെറിഞ്ഞ് തന്നിഷ്ടം പോലെ മക്കൾ പോകുന്ന ഗതികേട് എന്ന് വന്നപ്പോ ഇന്ന് നന്മ കൈവരാതെ നശിച്ച് അടങ്ങി ഒടുങ്ങുന്ന ഒരു സമൂഹമായിട്ട് മാറി നമ്മുടെയൊക്കെ സമൂഹങ്ങള്. പ്രത്യേകിച്ച് ക്രൈസ്തവ കുടുംബങ്ങളും മക്കളും പ്രത്യേകിച്ച് ഈ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിട്ട് അങ്ങനെ ജീവിക്കാതെ പോയതിന്റെ ഗതികേട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധം അത് മക്കൾ ശരിക്കും മനസ്സിലാക്കണം. അവരുടെ അനുഗ്രഹം വേണം, അവരെ സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം. എങ്കിലേ ഈ വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. നിയമാവർത്തന പുസ്തകത്തിന്റെ 27-ാം അധ്യായത്തില് ഒരു 12 ശാപങ്ങളെ കുറിച്ച് പറയുന്നു. അല്ല, ആദ്യത്തെ ശാപം, വിഗ്രഹം രഹസ്യത്തിൽ സൂക്ഷിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അങ്ങനെ പറയുമ്പോ ജനങ്ങളെല്ലാം ആമേൻ എന്ന് പറഞ്ഞ് ആ ശാപത്തെ അംഗീകരിച്ചിട്ടുണ്ട്. അതിന്റെ രണ്ടാമത്തെ ശാപം എന്നറിയോ? 27-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനം പറയാണ്, അപ്പനെയോ അമ്മയെയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം ആമേൻ. അപ്പനെ അമ്മയെ നിന്ദിക്കുന്ന മക്കള്, വേദനിപ്പിക്കുന്ന മക്കള്, അവരനുസരിക്കാതിരിക്കുമ്പോ, അവരെ പരിഹസിക്കുമ്പോ, അവരെ നിന്ദിക്കുമ്പോ, പ്രിയപ്പെട്ട മക്കളെ, അതിനാൽ തന്നെ ആ മകൻ ആ മകൾ ശപിക്കപ്പെട്ടവനാകും. കാരണം
ഒരു ജനം ഈ ശാപത്തെ ആമേൻ എന്ന് പറയുന്ന അർത്ഥം അങ്ങനെ തന്നെ ആകട്ടെ. അപ്പോൾ ഈ ശാപത്തിന്റെ അവസ്ഥയില് ഒരു മകൻ ഒരു മകൾ അപ്പനെ അമ്മയെ നിന്ദിച്ചാൽ, നിന്ദിക്കുന്ന പ്രവൃത്തി ചെയ്താൽ, അതിനാൽ തന്നെ ആ കുഞ്ഞ്, ആ മകൻ ആ മകൾ ശപിക്കപ്പെട്ടവളായിട്ട് മാറും. അത് അപ്പ ശപിക്കൊന്നും വേണ്ട, അമ്മ ശപിക്കൊന്നും വേണ്ട. ആ പ്രവൃത്തി ചെയ്താൽ അതിനാൽ തന്നെ ശപിക്കപ്പെടും. അങ്ങനെ പ്രിയപ്പെട്ട മക്കളെ, ഈ ശാപത്തിന്റെ കടങ്ങള്, അനുസരിക്കാത്തതിന്റെ കടങ്ങള്, മാതാപിതാക്കളെ ബഹുമാനിക്കാത്തതിന്റെ കടങ്ങള്, അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാത്തതിന്റെ കടങ്ങള്, പ്രായമായ കാരണവന്മാരെ നോക്കാത്തതിന്റെ കടങ്ങള്, അമ്മായി അമ്മയെ വേദനിപ്പിച്ചതിന്റെ കടങ്ങള്, ആ സമയത്തൊക്കെ അപ്പന്റെ ശാപം, അമ്മയുടെ ശാപം, അമ്മായി അമ്മയുടെ ശാപം, അമ്മായി അപ്പന്റെ ശാപം, ഇതൊക്കെ ഒരു കുടുംബത്തില് തലമുറയില് കടമായിട്ട് മാറും, ശാപമായിട്ട് മാറും. ഇതിനോടനുബന്ധിച്ച് പ്രഭാഷകന്റെ പുസ്തകത്തില് 3-ാം അധ്യായത്തില് 1 മുതൽ 16 വരെ തിരുവചന ഭാഗത്തില് മാതാപിതാക്കളോടുള്ള കടമകളെ കുറിച്ച് പറയുന്ന ഒരു തിരുവചന ഭാഗമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒത്തിരി വാഗ്ദാനങ്ങൾ ഇവിടെ നൽകപ്പെടുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഈ വചനഭാഗം നമ്മൾ ധ്യാനിക്കും. ഇന്ന് നമ്മുടെയൊക്കെ ക്രൈസ്തവ സമൂഹത്തില് വചനപ്രഘോഷണ മേഖലയില് ഒരു ചിന്താഗതി ഉണ്ട്. ഇത് ആവർത്തിച്ച് പറയാൻ പാടില്ല, ആവർത്തിച്ച് കേൾക്കാനും മനസ്സിൽ. അത് ഭയങ്കര ഒരു അപകടകരമായ അവസ്ഥയാണ്. ചില കാര്യങ്ങൾ ആവർത്തിച്ച് പറയണം, കേൾക്കണം. കാരണം അതിലൂടെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. ഇപ്പൊ നമ്മുടെയൊക്കെ മക്കള് കുമ്പസാരത്തെ കുറിച്ച് എപ്പോഴാ പറയുന്നേ? ആദ്യ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് കുമ്പസാരത്തെ കുറിച്ച് പറയും. അത് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ വിടില്ല, പിന്നെ ഒരു പോക്ക. ഇനി ഈ കുമ്പസാരത്തെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കണം, ഓർമ്മപ്പെടുത്തണം. അതിനെ കുറിച്ചുള്ള കാര്യകാരണ സഹിതം മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. എപ്പോഴാ? ഇടയ്ക്കിടയ്ക്ക് പറയണം. അത് അന്ന് പറഞ്ഞതല്ലേ, വീണ്ടും പറയാതിരിക്കരുത്. ഓരോ കാര്യങ്ങളും, നമ്മളെടുത്ത പ്രതിജ്ഞകള്, ഞാനെടുത്ത വ്രതങ്ങള്, ആത്മശോധന, അത് പരിശോധിക്കണം, അതിനെക്കുറിച്ച് കേൾക്കണം. ഈ വചനഭാഗങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഒക്കെ കേൾക്കണം മക്കളെ. ഇവിടെ അനുഗ്രഹമുണ്ട്. ഇവിടെ കേട്ടോട്ടോ, കർത്താവിന്റെ വചനം പറയാം, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പിതാവായ എന്റെ വാക്ക് കേൾക്കുവിൻ, സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവിൻ. കണ്ടോ, സുരക്ഷിതത്വം. ഇവിടെ ഒത്തിരി അനുഗ്രഹം കുറിച്ച് കേൾക്കൂട്ടോ. അച്ഛൻ പെട്ടെന്ന് പറഞ്ഞു പോകാം, ശ്രദ്ധിക്കണം. സുരക്ഷിതരായിരിക്കാൻ എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കുവിൻ. ഇവിടെ ആദ്യം പറയട്ടോ, മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. എന്തിനാ? സുരക്ഷിതരായിരിക്കാൻ. ഇത് ചെയ്താൽ പ്രിയപ്പെട്ട മോനെ, പ്രിയപ്പെട്ട മോളെ, നീ സുരക്ഷിതനായിരിക്കും. ആദ്യത്തെ കാര്യം എന്താണ്? മക്കൾ പിതാവിനെ ബഹുമാനിക്കണം. ഇന്ന് ഈ ബഹുമാനമില്ലാത്തത് കൊണ്ട് നമ്മുടെ മക്കളുടെ, കുടുംബത്തിന്റെ, ജോലിയുടെ, പഠനത്തിന്റെ, ജീവിതത്തിന്റെ തന്നെ ആ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു പോയ ഒരു ഗതികെട്ട അവസ്ഥ ഉണ്ട്. ഈ കാരണം കണ്ടെത്തണം. വീണ്ടും കേട്ടോ, അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. കണ്ടോ, ദൈവമായ കർത്താവ് അമ്മയ്ക്ക് ഒരു മകന്റെ മേൽ, ഒരു മകളുടെ മേൽ അവകാശം കർത്താവ് ഉറപ്പിച്ചിട്ടുണ്ട്. അത് മറന്നു ജീവിച്ചാൽ എന്റെ കുഞ്ഞ്, ആ കുഞ്ഞിന്റെ സുരക്ഷിതത്വം അതിനാൽ തന്നെ പോവും. ഞാൻ എപ്പോഴും പറയും, അമ്മ ബന്ധത്തിന്റെ ഒരു അടയാളമുണ്ട് നമ്മളെ പൊക്കിൽ കുടി. അമ്മ ബന്ധത്തിന് അടയാളമാണ്, മായാത്ത മുദ്ര. ഒരമ്മയുടെ ചോരയും നീരും ഊറ്റിക്കൊടിച്ച പൈപ്പ് കട്ടായി പോയതിന്റെ ആ ഒരു ഭാഗത്തിന്റെ ഒരു പാട്, ഒരു ഓർമ്മപ്പെടുത്തുന്ന ഭാഗമുണ്ട് പൊക്കിൽ കുടി. ആ ബന്ധം അമ്മേനെ മറക്കരുത്, അമ്മേനെ മറക്കരുത്. അമ്മയ്ക്ക് അവകാശമുണ്ട്. വീണ്ടും കേട്ടോട്ടോ, പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്തു. കണ്ടോ, പാപങ്ങൾക്ക് പ്രായശ്ചിത്തം അപ്പനെ ബഹുമാനിച്ചാൽ മതി. വീണ്ടും അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. നിക്ഷേപം കൂട്ടിവെക്കുന്നു. സമ്പത്ത്, ജോലി മേഖല, പഠന മേഖല, നിക്ഷേപം കൂട്ടിവെക്കുക. ഒറ്റ കാര്യം ചെയ്താൽ മതി, അമ്മേനെ മഹത്വപ്പെടുത്തണം. ഇന്ന് പല മക്കൾക്കും നിക്ഷേപം കൂട്ടിവെച്ചിട്ട് കൂടുന്നില്ല.
അമ്മയെ മഹത്വപ്പെടുത്താത്തതിന്റെ കടമുണ്ട്. നീ എത്രമാത്രം കൂട്ടി വെച്ചാലും അത് കൂട്ടപ്പെടില്ല. കാരണം ആ കടം കിടക്കുക, അമ്മേനെ മഹത്വപ്പെടുത്താത്തതിന്റെ കടം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, ശ്രദ്ധിക്കാം മക്കളെ. ഇവിടെ പറയാം, പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. ഇന്ന് പല മാതാപിതാക്കൾക്കുമുള്ള വിഷമാണല്ലോ, മക്കളെ ഓർത്ത് ഒരു സന്തോഷമില്ല. ചിന്തിക്കണം, നീ നിന്റെ അപ്പനെ മഹത്വപ്പെടുത്തിയിട്ടുണ്ടോ, ബഹുമാനിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കർത്താവിന്റെ പ്രോമിസാ, പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. മക്കളായിട്ട് സന്തോഷം ഉണ്ടാവും. പരിശോധിക്കണം, നീ ഒരു അപ്പനാണ്, അമ്മയാണ്. നീ ചിന്തിച്ചേ, നീയും നിന്റെ അപ്പനെ ബഹുമാനിച്ചിട്ടുണ്ടോ, അമ്മേനെ മഹത്വപ്പെടുത്തിയിട്ടുണ്ടോ? ഇതൊക്കെ പരിശോധിക്കുക. അങ്ങനെയാണെങ്കിൽ നീ മക്കളെ ഓർത്ത് സന്തോഷിക്കാനിടയാകും. വീണ്ടും പറയാണ്, അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. അപ്പനെ ബഹുമാനിച്ച് അമ്മേനെ മഹത്വപ്പെടുത്തി അമ്മയുടെ അവകാശം അംഗീകരിച്ച് അപ്പനെ നീതിയോടെ ബഹുമാനിച്ച് ജീവിക്കുന്ന കുഞ്ഞാണോ, നിന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. ഇന്ന് പല മക്കളുടെയും മറ്റൊരു പരാതിയാണ്, ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ഇവിടെ പറയാ, മാതാവിനെയും പിതാവിനെയും ബഹുമാനിച്ചാൽ കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കും. പിന്നെ കേട്ടോ, പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. അമ്മേനെ സന്തോഷിപ്പിക്കണം, മക്കള് അമ്മേനെ സന്തോഷിപ്പിക്കണം. എന്ന് പറയാ, ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കളെ സേവിക്കും. മാതാപിതാക്കളെ, ഇത് കേൾക്കുമ്പോ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് ചിന്തിക്കണം കേട്ടോ. അവരെ സേവിച്ചിട്ടുണ്ടോ? അവരെ ബഹുമാനിച്ചിട്ടുണ്ടോ? അവിടെ കണ്ണീര് വീഴാൻ ഇടയായിട്ടുണ്ടോ? ചെയ്യാൻ പറഞ്ഞാൽ ചെയ്തിട്ടുണ്ടോ? വീണ്ടും പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. എന്റെ പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട അപ്പച്ച, പ്രിയപ്പെട്ട അമ്മച്ചി, നിന്റെ അപ്പന്റെയും അമ്മയുടെയും അനുഗ്രഹത്തിന് നീ പാത്രമായിട്ടുണ്ടോ? പാത്രമാവുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. ഇതൊരു ഭയങ്കര സംഭവം. വീണ്ടും കേട്ടോ, അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. പിന്നീട് അങ്ങോട്ട് നിങ്ങൾ വായിച്ചാൽ മതി. പ്രഭാഷകൻ 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 16 വരെ അവിടെ പറയുന്നത്, അമ്മയുടെ ശാപം അപ്പന്റെ അനുഗ്രഹം. എന്റെ പ്രിയപ്പെട്ട മക്കൾ, ഇന്ന് നമ്മുടെ മക്കൾക്ക് ലഭിക്കാതെ പോയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് അപ്പന്റെ അനുഗ്രഹം. അതോടൊപ്പം തന്നെ ലഭിച്ചിരിക്കുന്ന വലിയൊരു പൈശാചികമായ ഒരവസ്ഥയാണ് അമ്മയുടെ ശാപം, അപ്പന്റെ ശാപം. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടിത്തറ ആകപ്പാടെ ഇളകിപ്പോകും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ മേഖലയില് ഈ മാതാപിതാക്കളുമായുള്ള ബന്ധത്തിൽ വന്നു പോയ വീഴ്ചകള് നമ്മുടെ കുടുംബത്തില്, നമ്മുടെ പാരമ്പര്യത്തില്, നമ്മുടെ തലമുറയിലൊക്കെ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. ഇനിയിവിടെ വേറൊരു മേഖല കൂടി ഉണ്ട് കേട്ടോ. ഈ അപ്പനും അമ്മയും ഒക്കെ മക്കളെ അവർ ബഹുമാനിക്കത്തക്ക വിധത്തില് സ്നേഹിക്കണം, ചേർത്ത് പിടിക്കണം, നല്ല മാതൃക കൊടുക്കണം. എന്താണ് ഒരു കാര്യം ഉറപ്പാ, അപ്പൻ അനുഗ്രഹിക്കണം, അമ്മയുടെ അനുഗ്രഹം കൂടിയേ തീരും. അതുകൊണ്ട് ഈ മാതാപിതാക്കൾ ബഹുമാനിക്കത്തക്ക വിധം, ഇന്ന് പല അപ്പന്മാര് കുടിയന്മാര്, ഒരു സ്നേഹമില്ലാത്തവര്, ദുർനടപ്പുകാര്, തോന്നിവാസം ജീവിക്കുന്നവര്, ഈ അപ്പനെ എങ്ങനെ ഒരു കൊച്ചു ബഹുമാനിക്കും? ഈ കൊച്ചിന് അപ്പൻ അനുഗ്രഹം വേണം. അത് ലഭിക്കത്തക്ക വിധം ഒരപ്പൻ ആ കൊച്ചിനോട്, ഒരമ്മ ആ കുഞ്ഞിനോട് പെരുമാറണം. ഞാൻ പറയും, നിന്റെ അപ്പന്റെ അനുഗ്രഹം മാർപ്പാപ്പയ്ക്ക് തരാൻ പറ്റുമോ? നിന്റെ അമ്മയുടെ അനുഗ്രഹം മദർ തെരേസയ്ക്ക് തരാൻ പറ്റുമോ? അത് നിന്റെ അപ്പൻ തന്നെ തരണം, നിന്റെ അമ്മ തന്നെ തരണം. അതുകൊണ്ട് ഞാൻ പറയും, ഏത് അവസ്ഥയിലാണേലും മക്കളെ അനുഗ്രഹിക്കുന്നതിൽ നിന്ന് മാതാപിതാക്കൾ മാറിപ്പോകരുത്, അവരെ ശപിക്കരുത്. ശപിച്ചാൽ ആ അടിത്തറ ഇളകും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മള് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാൻ പറയും, ഒരു പാലം പോലെയാ. അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കണം, ക്ഷമിക്കാനും സഹിക്കാനും നല്ല മാതൃക കൊടുക്കാനും. ഈ അനുഗ്രഹത്തിന്റെ വലിയൊരു മേഖല കുടുംബത്തില് ഉണ്ടാകത്തക്ക വിധം അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിതങ്ങളെ ക്രമപ്പെടുത്താനൊക്കെ നമുക്കിടയാകണം. അല്ലെങ്കിൽ അതൊക്കെ വലിയ കടമായിട്ട് കിടക്കും. ഇത് കുടുംബത്തിൽ മാത്രമല്ല, സഭയിലും പിതാക്കന്മാര്, പ്രിയപ്പെട്ടവരെ, നല്ല മാതൃക കൊടുത്ത് പിതാക്കന്മാര് ജനത്തെ കൊണ്ട് അവരെ ബഹുമാനിപ്പിക്കുന്ന രീതിയിൽ അവർ ജീവിക്കണം. ഇന്ന് സത്യം പറയട്ടെ,
നമ്മുടെ പിതാക്കന്മാർക്കും അച്ഛന്മാർക്കും ഒക്കെ വിലയില്ലാതായി പോയി. കാരണം എന്താ? ഓരോരോ ദുർമാതൃകകള്, ദുർനടപ്പുകള്, ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ട ആ അടിസ്ഥാനം, മാതൃക നഷ്ടപ്പെട്ടപ്പോ ജനം വെറുക്കാൻ തുടങ്ങി. ഞാൻ പലപ്പോഴും ചില അച്ഛന്മാരും പിതാക്കന്മാരും ഒക്കെ ചില കാര്യങ്ങൾ പറയുമ്പോ ജനം കയറി പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, കമന്റുകൾ. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ അപ്പന്മാരും അമ്മമാരും പിതാക്കന്മാരും അച്ഛന്മാരും മക്കളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അനുഗ്രഹിക്കുന്ന രീതിയിൽ കർത്താവിന്റെ വചനമനുസരിച്ച് സ്നേഹിക്കാനും നല്ല മാതൃക നൽകാനും യേശു ക്രിസ്തുവിനെ ഏകരക്ഷകനായി പ്രഘോഷിക്കാനും മഹത്വപ്പെടുത്താനും ഒക്കെ ഇടയായാൽ ഈ ഒരു സ്നേഹം, ഈ ഒരു ഐക്യം കുടുംബങ്ങളിൽ ഉണ്ടാകും. അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒന്ന് ആത്മാർത്ഥമായി പരിശോധിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ കിടക്കുന്ന കടങ്ങള്, സഭയിൽ കിടക്കുന്ന കടങ്ങള്, ഇടവകയിൽ കിടക്കുന്ന അനേക കടങ്ങള്, ഈ ബഹുമാനിക്കാത്തതിന്റെ ഒരച്ഛന്റെ ശാപം, ഒരു പിതാവിന്റെ ശാപം, ഒരപ്പന്റെ ശാപം, ഒരമ്മയുടെ ശാപം, അതൊക്കെ സഭയുടെ, ഇടവകയുടെ, കുടുംബത്തിന്റെ അടിത്തറയൊക്കെ ഇളക്കിക്കളയും. അത് ഭയങ്കര കടമാണ്, കടം. അതുകൊണ്ട് നമ്മൾ ഇടവകയിലേക്കും സഭയിലേക്കൊക്കെ പോകുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ കുടുംബത്തിന്റെ കടങ്ങളെയൊക്കെ ഒന്ന് ശരിക്കും പരിശോധിക്കാം. ഞാൻ പറഞ്ഞു പോയപ്പോൾ ഇടവക കുടുംബത്തെ കുറിച്ചും സഭാ കുടുംബത്തെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു പോയെന്നുള്ളൂ. അതേക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ കുടുംബങ്ങളെ ഈ കിടക്കുന്ന കടങ്ങളിൽ നിന്ന് മോചിപ്പിക്കണം. അതിനുവേണ്ടി നമ്മുടെ പാരമ്പര്യമൊക്കെ ഉണ്ട്. നമ്മുടെ കാർന്നോമാരെ നോക്കാതെ ഒക്കെ ജീവിച്ചതിന്റെയും ശപിച്ചതിന്റെയും ഒക്കെ അനന്തര ഫലങ്ങൾ നമുക്കറിയാം. നോഹ അവിടെ വെള്ളടിച്ച് കിടക്കുന്ന സമയത്ത് അവിടെ വന്നിട്ട് മക്കള് ഏതാണ്ട് കാണിച്ച് പരിഹസിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, കാനാൻ ശപിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞ ഹാമിന്റെ മകന് കാനാൻ, ഹാമാണ് ചെയ്ത, പക്ഷെ കാനാൻ അവന്റെ മകന്റെ മകൻ ശപിക്കപ്പെടട്ടെ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ശാപങ്ങള് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോ ചെയ്യേണ്ട കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ട കടങ്ങള്, മാതാപിതാക്കളെ ബഹുമാനിക്കാത്തതിന്റെ, മാതാപിതാക്കൾ ശപിച്ചതിന്റെ, മാതാപിതാക്കളെ അനുസരിക്കാത്തതിന്റെ, നിന്ദിച്ചതിന്റെ ഈ ശാപങ്ങളും കടങ്ങളും ഒക്കെ കർത്താവിന്റെ ബലിയോട് ചേർത്ത് വെച്ച് ഇനി അനുരഞ്ജനപ്പെടേണ്ട മേഖല അനുരഞ്ജനപ്പെടുക, വിട്ടുപേക്ഷിക്കേണ്ട മേഖല വിട്ടുപേക്ഷിക്കുക. അങ്ങനെ ഈ കടങ്ങളുടെ മേഖലയിൽ ഒരു വലിയ പൂർത്തിക്കായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവ് ഇതെല്ലാം ഏറ്റെടുത്തുകൊണ്ടാണ് മക്കളെ കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചത്, ഈ ബലി അർപ്പിച്ചത്, ദിവ്യകാരുണ്യമായിട്ട് മാറിയത്. അതുകൊണ്ട് ഈ മേഖലകളൊക്കെ കണ്ടെത്തി തിരുത്തേണ്ടത് തിരുത്തി, ഏറ്റുപറയേണ്ടത് ഏറ്റുപറഞ്ഞ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കടങ്ങളെയും എടുത്തു മാറ്റുന്ന കർത്താവിന്റെ ബലിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന്റെ വലിയ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതൊക്കെ ചെയ്തു കഴിയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിലേക്ക്, മക്കളിലേക്ക് വലിയ അഭിഷേകം, വലിയ കൃപ, വലിയ മാനസാന്തരമായി, സൗഖ്യമായി, വിടുതലായിട്ട് വ്യാപരിക്കാൻ തുടങ്ങും. അതുകൊണ്ട് 4-ാം പ്രമാണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് എടുത്തു മാറ്റാനും അതിലൂടെ ലഭിച്ച ആ ശാപങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ട പൈശാചികതകളോ എല്ലാം എടുത്തു മാറ്റി ഞങ്ങളുടെ കുടുംബങ്ങളെ, മക്കളെ, തലമുറയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ കടങ്ങളുടെ പൂർത്തിക്കായി ദിവ്യാനുസരണയിൽ പ്രാർത്ഥിക്കാം. കുമ്പസാരിക്കേണ്ട മക്കള് ഈ മേഖലയിൽ കുമ്പസാരിച്ചേക്കണം. പാപപരിഹാര ബലി അർപ്പിച്ച് നിയോഗം വെച്ച് കുർബാനയിൽ പങ്കെടുത്തോളം. അതോടൊപ്പം തന്നെ കരുണയുടെ ജപമാല ചൊല്ലി, പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി, യോസേപ്പ് പിതാവിന്റെ പരിശുദ്ധ അമ്മയുടെ ഒക്കെ വലിയ മാധ്യസ്ഥം തേടി, മോണിക്ക പുണ്യമതിയുടെയും അഗസ്തീനോസിന്റെയും ഒക്കെ പ്രത്യേക മാധ്യസ്ഥം നേടി ഈ മേഖലയില് കടങ്ങളുടെ പൂർത്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും ഒരു കുടുംബത്തില് അങ്ങ് ആക്കിക്കൊണ്ട് മാതാപിതാക്കളെയും മക്കളെയും സഹോദരങ്ങളെയും ജീവിത പങ്കാളിയെയും എല്ലാം നൽകിക്കൊണ്ട് വലിയ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിച്ചത് കുടുംബത്തിനാണല്ലോ. ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് ഞങ്ങളങ്ങേ ആരാധിക്കട്ടെ. എല്ലാ മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങ് ദാനമായി നൽകിയതാണ് ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും. കർത്താവേ, അവരെല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ നിന്ന്
സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് അവരെ ഓരോരുത്തരെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങേ തിരുസന്നിധിയില് ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, ബന്ധങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത്, കുടുംബ ബന്ധങ്ങളെ ഓർത്ത്, ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് നൽകിയിരിക്കുന്ന ഓരോ മക്കളെയും ഓർത്ത് ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. കർത്താവേ, കുടുംബത്തെക്കുറിച്ചും കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടതിനെ കുറിച്ചുമൊക്കെ തിരുവചനങ്ങളിലൂടെ അങ്ങയുടെ തിരുഹിതം അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയല്ലോ. അതോടൊപ്പം തന്നെ കർത്താവേ, അതിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങള്, കൃപകള്, സംരക്ഷണം, ദീർഘായുസ്, വളർച്ച, സാമ്പത്തിക ഉന്നതി, എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്നാൽ കർത്താവേ, അങ്ങയുടെ വചനം ലംഘിച്ച് അങ്ങയുടെ തിരുമനസ് നിറവേറ്റാതെ ഞങ്ങൾ ചെയ്തു പോയ ഈ മേഖലകളിലുള്ള എല്ലാ പാപങ്ങളോർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. 4-ാം പ്രമാണവുമായിട്ട് ബന്ധപ്പെട്ട് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്നുള്ള ആ കൽപ്പനയില് ചെയ്യേണ്ട കാര്യം ചെയ്യാതെ, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്ത് ഞങ്ങളില്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ വന്നുപോയ എല്ലാ കടങ്ങളും, അതിലൂടെ കടന്നു വന്ന ശാപങ്ങളും, അതിലൂടെ പിശാചിന് ലഭിച്ച നിയമപരമായ അവകാശങ്ങളും എല്ലാം കർത്താവേ അങ്ങയുടെ കുരിശിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പാപത്തെ ഏറ്റെടുത്ത, ഞങ്ങൾക്ക് വേണ്ടി രക്ഷ പൂർത്തീകരിച്ച അങ്ങയുടെ ദിവ്യകാരുണ്യ ഹൃദയത്തിലേക്ക്, തിരുശരീരത്തിലേക്ക് ഞങ്ങളുടെ ഈ മേഖലകളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഇതെല്ലാം ഏറ്റെടുത്ത് ആ കടങ്ങൾ വീട്ടി, ആ പാപങ്ങൾ മോചിച്ച് ഞങ്ങളുടെ കുടുംബത്തിന് മേലുള്ള ശാപങ്ങളെ നശിപ്പിച്ച് നിർവീര്യമാക്കി ഏറ്റെടുത്ത് കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിന്, ഞങ്ങളുടെ വീടിന്, ഞങ്ങളുടെ തലമുറയ്ക്ക്, ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് വലിയ വിമോചനം നൽകണമേ, സൗഖ്യം നൽകണമേ, വിടുതൽ നൽകണമേ, സമാധാനം നൽകണമേ, സന്തോഷം നൽകണമേ, സാമ്പത്തിക ഉന്നതി നൽകണമേ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, വന്നുപോയ വീഴ്ചകളെ ഓർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട്, എല്ലാ കടങ്ങളും പൊറുക്കുന്ന അങ്ങയുടെ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ. ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തോട്, ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളോട് കരുണയായിരിക്കണമേ. വന്നുപോയ വീഴ്ചകള്, ഒത്തിരിയേറെ ബഹുമാനക്കുറവ്, അനുസരണക്കേട്, കർത്താവേ, മാതാപിതാക്കൾ നിന്ദിച്ചത്, അവരെ വെറുത്തത്, അവരെ ശപിച്ചത്, അവരെ അനുസരിക്കാതിരുന്നത്, എല്ലാം പാപങ്ങളോർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അതോടൊപ്പം തന്നെ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ല. വാർദ്ധക്യത്തില് അവരെ നോക്കിയില്ല, അവരുടെ ഇഷ്ടം നോക്കിയില്ല, അമ്മയുടെ ഹിതം ആരാഞ്ഞില്ല, അമ്മയെ സന്തോഷിപ്പിച്ചില്ല. അപ്പന്റെ വേദന, അമ്മയുടെ കണ്ണീര്, ഇതിനോടകം കർത്താവേ, പല മക്കളും അപ്പനെ തല്ലിയ മക്കള്, അമ്മേനെ തല്ലിയ മക്കള്, അതിന്റെ ശാപങ്ങള് കർത്താവേ, കുടുംബത്തില് കുമിഞ്ഞുകൂടി കിടക്കുന്ന കടങ്ങൾ ഏറെയുണ്ട്. കർത്താവേ, മാതാപിതാക്കളുടെ കണ്ണുനീരും നിലവിളിയും നെടുവീർപ്പും മക്കൾക്കെതിരെ കടന്നു വരുമ്പോ അമ്മയുടെ ശാപം ഒരുവന്റെ കുടുംബത്തിന്റെ അടിത്തറ ഇളക്കി കളയുമെന്നങ്ങ് പറഞ്ഞില്ലേ? സ്വയെ ഇതെല്ലാം എടുത്തു മാറ്റണേ. ഈ മേഖലയില് ഞങ്ങളുടെ കുടുംബത്തില് വീണ് കിടക്കുന്ന, ഞങ്ങളുടെ പൂർവികരായിട്ടോ പാരമ്പര്യമായിട്ടോ ഞങ്ങളിലൂടെയോ ഈ തലമുറയിലൂടെയോ ഞങ്ങളുടെ വീട്ടില് കടന്നു വന്നിട്ടുള്ള ഈ മേഖലകളില് കടങ്ങള്, ശാപങ്ങള്, പൈശാചിക ബന്ധനങ്ങള്, ശാപങ്ങളെല്ലാം ഏറ്റെടുത്ത് കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ തലമുറയെ അതിൽ നിന്നൊക്കെ മോചിപ്പിക്കണമേ. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. ഈ മേഖലയിലുള്ള കടങ്ങളുടെ മോചനത്തിന് വേണ്ടി, കടങ്ങളുടെ പൂർത്തിക്ക് വേണ്ടി, കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി വലിയ ദാഹത്തോടെ ഈ സമയം എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളും ഞങ്ങൾ തൻ
മാതാപിതാക്കളും പൂർവികരും വഴി വന്നു പോയ സകല പാപങ്ങളും നിൻ സുതനീശോതൻ തിരുരക്തത്താലേ കഴുകേണമേ, വിശുദ്ധീകരിക്കേണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കേണമേ, വിശുദ്ധീകരിക്കേണമേ, കുടുംബത്തെ വിശുദ്ധീകരിക്കേണമേ. വലിയ തിരിച്ചുവരവിന് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. എല്ലാ വെറുപ്പ്, വിദ്വേഷം, ബഹുമാനക്കുറവ് എല്ലാം മാറിപ്പോകാനും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ മക്കളും നമ്മുടെ ബന്ധങ്ങളും ദൈവകൃപയാൽ ദൈവകരുണയാൽ അനുഗ്രഹിക്കപ്പെടാനും എല്ലാം ഇടയാകട്ടെ. ഈ കടങ്ങളുടെ പൂർത്തിക്കായി പ്രത്യേകമാവിധം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മെ, നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പാരമ്പര്യത്തെയും വീടും മണ്ണും തലമുറയും ഒക്കെ കർത്താവിന്റെ ഈ കടങ്ങളുടെ പൂർത്തിക്കായി സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം വ്യക്തിപരമായി നിശബ്ദമായി നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ദിവികാന സന്നദ്ധിയിൽ സ്നേഹത്തോടെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈശ്വരാശീർവാദത്തിനായിട്ട് ഒരുങ്ങും. ദിവികാരൻ ഈശോയെ, ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ കടങ്ങളും ഏറ്റെടുത്തുകൊണ്ട് കർത്താവെ, അങ്ങ് ഞങ്ങളെ വീണ്ടെടുക്കണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. യേശുവേ നന്ദി കർത്താവെ, സ്തുതിക്കുന്നു കർത്താവെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.